വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് പൊങ്കൽ പായസം ഉണ്ടാക്കാനാ. അപ്പോൾ പച്ചരി ഒരു 1.5 നാഴി പച്ചരി എടുത്തിട്ട് അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വേവിച്ച് വെച്ച പച്ചരി ഇതിലിടാം. ഇതിപ്പോൾ സാധാരണ പച്ചരിയായിട്ടാ. പിന്നെ ഒരു നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു നാളികേരത്തിൽ അരമുറി നാളികേരം ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചു 2 ഗ്ലാസ് വെള്ളത്തിൽ. അത് ഇതിലൊഴിക്കുന്നു. അരിച്ചിട്ടൊന്നുമില്ല കേട്ടാ, വെറുതെ അടിച്ച് ഇതിലൊഴിച്ചു. പിന്നെ ഒരു അരമുറി നാളികേരം ഇതിലിടണു, ചെരുകിയത്. പൊങ്കൽ പായസം ശരിക്ക് മൺകലത്തിലാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ മൺകലൊന്നും ഇല്ലല്ലോ, അത് കാരണം ഞാൻ ഈ പാത്രത്തിൽ ഉണ്ടാക്കിയത്. അതുപോലെ ഒരു 5 അച്ച് വെല്ലം ഞാൻ ഉരുക്കി അത് അരിച്ചു വെച്ചിട്ടുണ്ട്. അത് വീത്തണം. പിന്നെ ഒരു 6 ഏലക്കായ 1.5 സ്പൂൺ പഞ്ചസാരയിൽ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കട്ടെ. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് തിളച്ചോട്ടെ. പൊങ്കൽ പായസം മുക്കാലും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 2 സ്പൂൺ നെയ്യ് വീത്താം. പിന്നെ അതിൽ ചെറുപഴം അത് മുറിച്ചിടാം. അപ്പോൾ നമ്മുടെ പൊങ്കൽ പായസം റെഡിയായി. നമ്മുടെ പൊങ്കാല പായസം എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. റെഡിയായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. പൊങ്കാല പായസം നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ, അത് അവിടുത്തെ ഭക്തരല്ല ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കിയതാ. ഇപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും അത് വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.